നമസ്കാരം. ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത് നക്ഷത്രങ്ങളാണ്. അതിൽ തന്നെ രുദ്രനക്ഷത്രങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ വിറയൽ തോന്നും. ഭഗവാൻ പരമശിവന്റെ ആ ഒരു ഗാംഭീര്യം ഈ നക്ഷത്രക്കാർക്കുണ്ട്. പുറമേ നോക്കുമ്പോൾ ഇവർ പാറ പോലെ ഉറച്ചവരാണെന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ ഒരു വലിയ കടൽ ഇരമ്പുന്നുണ്ടാകും. ചിരിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിലും നിൽക്കുമ്പോഴും ഉള്ളിൽ ആരും കാണാത്ത വലിയ വിങ്ങലുകൾ ഒളിപ്പിച്ചു വെക്കുന്നവരാണ് ഇവർ. നമ്മുടെ ഇടയിലുള്ള 9 നക്ഷത്രക്കാരാണ് ഈ ഗണത്തിൽ വരുന്നത്. തിരുവാതിര, ഭരണി, ആയില്യം, മകം, അത്തം, ഉത്രാടം, തിരുവോണം, ചതയം, പിന്നെ രേവതിയും. നിങ്ങളുടെ കൂടെയുള്ളവർ ഈ നക്ഷത്രക്കാരാണോ? എങ്കിൽ അവരുടെ ജീവിതം നിങ്ങൾ പുറമേ കാണുന്നത് പോലെ അത്ര ലളിതമായിരിക്കില്ല. ഈ നക്ഷത്രക്കാരുടെ മനസ്സ് ഒരു വലിയ ആഴക്കടൽ പോലെയാണ്. എത്ര വലിയ സങ്കടം വന്നാലും, എത്ര വലിയ അപമാനം സഹിക്കേണ്ടി വന്നാലും അതൊന്നും ഇവർ പുറത്തറിയിക്കില്ല. രാത്രിയിൽ തലയിണയിൽ മുഖമർത്തി എത്ര കരഞ്ഞാലും ശരി, നേരം വെളുക്കുമ്പോൾ ആരും കാണാതെ കണ്ണു തുടച്ച് ഒരു പുഞ്ചിരിയോടെ ഇവർ പുറത്തേക്ക് വരും. എനിക്ക് വയ്യ, എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞ് ആരുടെ മുന്നിലും കൈനീട്ടാൻ ഇവരുടെ ആത്മാഭിമാനം ഒരിക്കലും സമ്മതിക്കില്ല. ലോകം ഇവരെ പലപ്പോഴും അഹങ്കാരികൾ എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇവരാരെയും സുഖിപ്പിക്കാൻ വേണ്ടി സംസാരിക്കില്ല. ഉള്ള കാര്യം മുഖത്ത് നോക്കി വെട്ടിത്തുറന്നു പറയും. ആരുടെയും കാലുപിടിക്കാനോ മുഖസ്തുതി പാടാനോ ഇവർക്ക് കഴിയില്ല. ഇതാണ് പലരും അഹങ്കാരമായി തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇത് അവരുടെ ആർജവമാണ്. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നോ? മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ചോര നീരാക്കി ഇവർ കഷ്ടപ്പെടും. കയ്യിൽ ഒന്നുമില്ലെങ്കിലും കടം വാങ്ങിയാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ ഓടിയെത്തും. പക്ഷെ അവസാനം ഇവർക്ക് തിരിച്ചു കിട്ടുന്നത് കുറ്റപ്പെടുത്തലുകളും നന്ദികേടും മാത്രമായിരിക്കും. വിശ്വസിച്ചവർ തന്നെ പിന്നിൽ നിന്ന് കുത്തും. സ്വന്തം ബന്ധുക്കളിൽ നിന്ന് പോലും അവഗണന നേരിടേണ്ടി വരും. ഇതാണ് രുദ്രനക്ഷത്രക്കാരുടെ ഒരു വിധി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാം തകർന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇവർ ചെന്നെത്തും. സാമ്പത്തികമായോ കുടുംബപരമായോ ഒരു വലിയ തകർച്ച ഇവർ നേരിടും. ആ സമയത്ത് സഹായിക്കാൻ സ്വന്തം നിഴൽ പോലും കൂടെയുണ്ടാവില്ല. പക്ഷെ അവിടെയാണ് ഇവർ അത്ഭുതമാവുന്നത്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഇവർ തിരിച്ചുവരും. ആ തിരിച്ചുവരവ് കണ്ട് ലോകം അമ്പരന്ന് നിൽക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ 28 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 7 വർഷത്തിനിടയിൽ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഇവർക്ക് സംഭവിക്കും. അതൊരു വലിയ ഭാഗ്യമാകാം, അല്ലെങ്കിൽ ജീവിതം പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാകാം. സ്വന്തം ആഗ്രഹങ്ങൾ ബലികൊടുത്ത് കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് ഇവർ. താൻ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തന്റെ കൂടെയുള്ളവർ സുഖമായിരിക്കണം എന്ന് ഇവർ എപ്പോഴും ആഗ്രഹിക്കും. സ്നേഹം വാക്കുകളിൽ വാരിവിതറാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ സ്നേഹം മുഴുവൻ അവരുടെ ഓരോ പ്രവൃത്തിയിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു പോരാട്ടമാണെന്ന് കരുതി തളരരുത്. നിങ്ങളുടെ ഉള്ളിൽ ആ രുദ്രന്റെ, ഭഗവാൻ ശിവന്റെ ചൈതന്യമുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മുന്നിൽ നിങ്ങൾ വിജയിച്ചു കാണിക്കുക എന്നത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. വരാനിരിക്കുന്ന കാലം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഓം നമോ നാരായണായ.